ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? രണ്ട് സഹോദരന്മാരുള്ള ഒരു കുടുംബം. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആ കുടുംബത്തിലെ ജ്യേഷ്ഠൻ വിവാഹിതനും അനുജൻ അവിവാഹിതനുമായിരുന്നു. ജ്യേഷ്ഠനോടൊപ്പമാണ് അനുജനും താമസിച്ചിരുന്നത്. ഇളയവൻ തികഞ്ഞ ഒരു മദ്യപാനിയും വെറിക്കൂത്തുകാരനുമായിരുന്നു. ജ്യേഷ്ഠൻ അവൻ്റെ വഴിതെറ്റിയ സ്വഭാവത്തെ ശാസിച്ചിട്ടുണ്ട്, പക്ഷേ അവൻ അതൊന്നും കൂട്ടാക്കിയില്ല. ഒരു ദിവസം രാത്രിയിൽ അവൻ ചീട്ട് കളിക്കാൻ പോയി. അവിടെ വെച്ച് വാക്കുതർക്കമുണ്ടായി. ഒരാളെ അവൻ കുത്തിക്കൊലപ്പെടുത്തി. രാത്രി ഏറെ വൈകി അവൻ വീട്ടിലെത്തി കതകിന് മുട്ടി. ജ്യേഷ്ഠൻ കതക് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. രക്തം പുരണ്ട കത്തിയുമായി അനുജൻ വാതിൽക്കൽ നിൽക്കുന്നു. ജ്യേഷ്ഠൻ ഉടനെ കത്തി വാങ്ങി മേശപ്പുറത്ത് വെച്ചു. രക്തം പുരണ്ട വസ്ത്രങ്ങളും മാറ്റി വേറെ വസ്ത്രം ധരിപ്പിച്ച് അവനെ അടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുചെന്നാക്കി. രാവിലെ കേസന്വേഷണത്തിന് പോലീസുകാർ വീട്ടിലെത്തി. രക്തം പുരണ്ട കത്തിയും വസ്ത്രങ്ങളും കണ്ട് ആരാണ് ഈ കൃത്യം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ എന്ന് ജ്യേഷ്ഠൻ സ്വയം സമ്മതിച്ചു. കൈവിലങ്ങ് വെച്ച് അവനെ ലോക്കപ്പിലടച്ചു. കോടതിയിലെ വിസ്താര സമയത്ത് കുറ്റസമ്മതം നടത്തിയ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. മണിക്കൂറുകൾ എണ്ണി മരണദിവസത്തിനായി അയാൾ കാത്തിരുന്നു. തൂക്കിലിടുന്നതിന് തലേന്ന് രാത്രിയിൽ ജയിലധികാരി വന്ന് അന്ത്യമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അനുജനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അനുജനെ കൊണ്ടുവന്നു. ജയിലിൻ്റെ വാതിൽ തുറന്നു. ജ്യേഷ്ഠനും അനുജനും വളരെ നേരം നിർനിമേഷരായി നോക്കി നിന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ ധാരധാരയായി ഒഴുകി. രണ്ടുപേർക്കും സംസാരിക്കുവാനുള്ള ശക്തിയില്ലായിരുന്നു. അവസാനം ഇടറിയ സ്വരത്തിൽ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട സഹോദര, ഇനിയും നീ പാപത്തിന് അടിമയായാൽ നിനക്ക് വേണ്ടി മരിക്കുവാൻ ഒരു ജ്യേഷ്ഠനില്ല എന്നോർക്കുക. മിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഇല്ല ഇല്ല ഉറക്കെ പറഞ്ഞുകൊണ്ട് അനുജൻ ജയിലിന് പുറത്തേക്ക് പോയി. പ്രിയമുള്ളവരെ, ഇതാണ് യേശു കർത്താവും നമുക്ക് വേണ്ടി ചെയ്തത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആ കാൽവറി സ്നേഹത്തെ ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് വരവേൽക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിത്തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവിടുന്ന് പരമയാഗമായ ആ മഹനീയ സ്നേഹത്തെ ഓരോ നിമിഷവും ഓർക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അങ്ങയുടെ തിരുജനനത്തിനെ ഞങ്ങൾ ആഘോഷിക്കുവാനായി ഒരുങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദാനം നൽകിയ ജീവിതത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ഓർക്കുവാനും ഈ നാളുകളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആഗമനത്തിൻ്റെ നാടുകളിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളെ തന്നെ ഒന്ന് പുനഃപരിശോധിക്കുവാനും പുനഃപ്രതിഷ്ഠിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.